വയനാട്ടിൽ വീണ്ടും പീഡനത്തിനിരയായ 17കാരി പ്രസവിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി രൂപത കോർഡിനേറ്റർ ലിജോ ജോർജ് അറസ്റ്റിലായി. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന പീഡന കഥ കൂടി പുറത്തുവരികയാണ്. അതും സഭയ്ക്കുള്ളിൽ നിന്ന് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. വയനാട് ജില്ലയിൽ +2 പഠിക്കുന്ന 17 വയസ്സുകാരിയാണ് പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ വർഷം. ഇപ്പോൾ ആ പ്രതിയെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ കുട്ടി 28/12/2016 പ്രസവിച്ചിട്ടുള്ളതാണ്. പ്രതി കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് മാനന്തവാടി രൂപത കോർഡിനേറ്റർ ലിജോ ജോർജ് ആണ്. ഈ 17കാരിക്ക് ജനിച്ച കുട്ടിയെ കോഴിക്കോട് ജില്ലയിൽ പള്ളിവക കോൺവെന്റിനോട് ചേർന്ന അനാഥാലയത്തിലാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. KCYM കോർഡിനേറ്റർ എന്ന നിലയിൽ SSLC പരീക്ഷയിൽ 9 വിഷയങ്ങളിൽ A+ നേടി പഠനത്തിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥിനിയെ സംഘടനയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ അഭിനന്ദിച്ചു തുടങ്ങി അടുപ്പം മുതലെടുത്ത് പ്രതി സിജോ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രസവ വിവരം നാട്ടുകാരിൽ നിന്നും മറച്ചുവെക്കുന്നതിനായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രതി തന്നെയാണ് ചെയ്തു കൊടുത്തത്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പീഡിതയെ വിവാഹം കഴിക്കാമെന്നൊരു ഉറപ്പാണ് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നവജാത ശിശുവിനെ കോഴിക്കോട് ഒരു കോൺവെന്റിൽ പാർപ്പിച്ചു വന്നിരുന്നത്. പ്രതിയുടെ വീട്ടുകാർ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രതി ആത്മഹത്യ ചെയ്യാൻ അത്തരം ഭീഷണികളെല്ലാം മുഴക്കുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസിൽ വിവരം ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അഞ്ജു, അനൂപ, എന്തായാലും സംഭവം നടന്നിട്ട് ഒരു വർഷം പിന്നിടുന്നു. കുട്ടി പ്രസവിച്ച് അത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ സഭയ്ക്കുള്ളിലെ നിത്യസംഭവങ്ങളായി മാറുന്ന ഒരു കാഴ്ച അങ്ങനെ വേണമോ വിലയിരുത്താൻ? അഞ്ജു, ഈ പ്രതി കൃത്യമായി KCM ഭാരവാഹി എന്ന നിലയിൽ ആണ് ഈ കുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുന്നത്. ഇവിടെ ഇതിന് കീഴിലുള്ള ഈ കുട്ടി മാനന്തവാടി ഈ പ്രതി ഇത്തരത്തിലാണ് കുട്ടിയെ അടുപ്പം സ്ഥാപിച്ചത്. വിവിധ വിഷയങ്ങളിൽ എല്ലാം SSLCക്ക് വലിയ ഉന്നത നിലയിൽ മാർക്ക് നേടി മികവ് കാട്ടിയ വിദ്യാർത്ഥിനി ആ ഒരു അടുപ്പത്തിന്റെ പേരിലാണ് പ്രതി അടുപ്പം തുടങ്ങുന്നത്. പിന്നീട് ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടി 28/12/2016 അതായത് ഡിസംബറിൽ കുട്ടി പ്രസവിച്ചു. പ്രസവ വിവരം നാട്ടുകാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനായാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രി വിദ്യാർത്ഥിനിയെ പ്രവേശിപ്പിച്ചത്. ഏതായാലും ഇതിപ്പോ ഇത്തരത്തിൽ രണ്ടാമത്തെ സംഭവമാണ് വയനാടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. നേരത്തെ കൊട്ടിയൂർ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ജില്ലയിലടക്കം ഇത്തരത്തിൽ സംഭവം മൂടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം നീക്കങ്ങൾ നടന്നിരുന്നു. ഏതായാലും ഇപ്പോൾ മാനന്തവാടി രൂപതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരമൊരു വാർത്തയും പുറത്തു വരുന്നത്. ഇവിടെയുള്ള കോർഡിനേറ്റർ കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ മാനന്തവാടി രൂപത കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയായിരുന്ന ലിജോ ജോർജ് ആണ് ഇപ്പോൾ ഈ സംഭവത്തിലും അറസ്റ്റിലായത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പീഡനത്തിനിരയായ കുട്ടിയുടെ മൊഴി വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യൻ ശിക്ഷാ നിയമവും പോക്സോ ആക്ട്, ജുവനൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഈ പീഡനത്തിലായ കുട്ടി പ്രസവിച്ചപ്പോൾ 18 വയസ്സാവുമ്പോൾ ഈ കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന ഒരു ഉറപ്പ് വീട്ടുകാർക്ക് നൽകിയാണ് പള്ളിവക കോൺവെന്റിൽ തന്നെ ഈ കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനൊരു സംഭവം പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയെ പീഡിപ്പിച്ച വിവരം മറ്റുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതികൾ കൂടി ഈ കേസിലുണ്ടാവും. പ്രത്യേകിച്ച് പോക്സോ നിയമപ്രകാരം വയനാട്ടിൽ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് ലഭിക്കുമ്പോൾ തന്നെ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വയനാട് ഒരു അനാഥാലയത്തിൽ നടന്ന സംഭവത്തിൽ പോലീസ് കൃത്യമായി ഇടപെടുകയും പരാതി ലഭിച്ച ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുകയും മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശരി അനൂപ്, എന്തായാലും ഈ തുടരുക തന്നെ ചെയ്യുക. ഇപ്പോൾ വയനാട് SIയുടെ പ്രതികരണം വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിലേക്ക് കൂടി DYSPയുടെ പ്രതികരണം. നമ്മൾ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം നടക്കുകയാണ്. പോക്സോ പ്രകാരമാണ് കേസ്. അതെ, പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തും.
എന്തായാലും അനൂപ് തന്നെ ചേരുകയാണ്. അനൂപ്, എന്തായാലും ഡിസംബർ 22-നാണ് സംഭവം നടക്കുന്നത്. നാളെ ഇതുവരെയായിട്ടും സംഭവം പുറത്തു വന്നിട്ടില്ല. ഇന്നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതായി പുറത്തു വരുന്നത്. സംഭവം മറച്ചുവെക്കാൻ വ്യക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? അഞ്ജു, തീർച്ചയായും അത് തന്നെ, അങ്ങനെ തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് ഈ കുട്ടിയെ ഈ പീഡിതയ്ക്ക് ജനിച്ച കുട്ടിയെ, 17കാരിക്ക് ജനിച്ച കുട്ടിയെ കോഴിക്കോട് ജില്ലയിൽ പള്ളിവക കോൺവെന്റിനോട് ചേർന്ന അനാഥാലയത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അനാഥാലയം അധികൃതരും മഠമോ ഈ വിഷയം തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇത് തീർച്ചയായും കുറ്റകരമായ ഒരു കാര്യമാണ്. ഈ വിഷയം മറച്ചുവെക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഇക്കാര്യം എല്ലാം പരിശോധിച്ചു വരികയാണ്. പോക്സോ ആക്ടിന്റെ പരിധിയിലാണ് കേസുള്ളത്. അതിനാൽ തന്നെ വിശദമായ അന്വേഷണം, സംഭവം മൂടിവെച്ചത് സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടോ, അറിഞ്ഞതിന് ശേഷം ഇത് മറച്ചുവെക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു അനാഥാലയം ഇത്തരത്തിലൊരു കുട്ടിയെ ഏറ്റെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഈ അനാഥാലയം സംബന്ധിച്ചും മറ്റുമെല്ലാമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രതികൾ ഇപ്പോൾ സിജോ ജോർജ് എന്ന പ്രതിക്കെതിരെ പോക്സോ പ്രകാരവും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ള, മാനന്തവാടി രൂപതയുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് നേരത്തെ സംഭവിച്ചതുപോലെയുള്ള അല്ലെങ്കിൽ നേരത്തെ കൊട്ടിയൂർ കേസിലെ പ്രതിക്ക് ലഭിച്ചതുപോലെയുള്ള ഏതെങ്കിലും സഹായം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, ഈ പള്ളിവക കോൺവെന്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ ഒന്നാം പ്രതിയായ സിജോ ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അന്വേഷണം അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും അനൂപ, ഡിസംബർ 28-ന് സംഭവം നടക്കുന്നു. അതിനുശേഷം ഇന്ന് വരെ സഭയും രൂപതയും മൗനാനുവാദത്തോടെ പ്രതിക്കൊപ്പം നിന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് വസ്തുത. പനമരം പോലീസ് സ്റ്റേഷന് കീഴിലാണ് കേസ് നടന്നത്. മാനന്തവാടി രൂപത കോർഡിനേറ്ററാണ് സിജോ ജോർജ്. ഇത്തരത്തിൽ ഈ സംഭവം നടന്ന് ഈ കുട്ടി പ്രസവിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ്. ഒരു പീഡനം നടന്നത് അതിനു മുൻപാണ്. 17 വയസ്സിന് ഈ കുട്ടിക്ക് 17 വയസ്സെത്തും മുൻപേ ആണ് പീഡനം നടന്നത്. പിന്നീട് ഈ കുട്ടിയെ 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കാമെന്നൊരു ഉറപ്പാണ് പ്രതി വീട്ടുകാർക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺവെന്റിൽ താമസിപ്പിച്ചത്. ഏതായാലും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഒരു വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രതിയെ ഈ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും ഈ കുട്ടിയെ ഏറ്റെടുത്തതും അവിടെ താമസിക്കാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യവും അതിന് ഏത് അധികൃതരാണ് ഈ പള്ളിക്ക് കീഴിലുള്ള അധികൃതർ തീർച്ചയായും വിവരം അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. വിശാലമായ അന്വേഷണമാണ് ഈ കാര്യം സംബന്ധിച്ച് നടത്തുന്നത്. പ്രതികൾ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ മറച്ചുവെക്കാനുള്ള ശ്രമമോ ഏത് ശ്രമം ഉണ്ടായാലും അക്കാര്യം എല്ലാം പരിശോധിക്കുമെന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. നേരത്തെ കൊട്ടിയൂർ സംഭവവുമായി ബന്ധപ്പെട്ടും വയനാട്ടിലെ അനാഥാലയത്തിൽ എത്തിങ്കാനയിൽ ഉണ്ടായിട്ടുള്ള പീഡനവുമായി ബന്ധപ്പെട്ട എല്ലാം വിശദമായ അന്വേഷണം കൽപ്പറ്റ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിലും കോഴിക്കോട് കുട്ടിയെ പള്ളിവക കോൺവെന്റിൽ താമസിപ്പിച്ചു എന്ന് പോലീസ് പറയുന്നു. ഈ കോൺവെന്റിനെ സംബന്ധിച്ചും ഈ കോൺവെന്റിൽ ഈ കുട്ടിയെ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ സൗജന്യങ്ങൾ മറ്റാർക്കെങ്കിലും പ്രത്യേകിച്ച് CWC പോലുള്ള അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടോ, കേസ് മറച്ചുവെക്കാനുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് പരിശോധിക്കുന്നത്. തീർച്ചയായും മാനന്തവാടി രൂപതയുമായി ബന്ധപ്പെട്ടും കേസന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഈ കോൺവെന്റ് നാട്ടുകാർ ഈ പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതി കോഴിക്കോടുള്ള ഒരു കോൺവെന്റിൽ പള്ളിവക കോൺവെന്റിലേക്ക് കുട്ടിയെ മാറ്റിയത്. ഏതായാലും ഈ മാനന്തവാടി രൂപതയുമായി ബന്ധപ്പെട്ടും പള്ളിക്ക് കോൺവെന്റുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും അനൂപ്, എന്തായാലും കൊട്ടിയൂർ കേസ് പോലെ തന്നെ അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി പീഡനത്തിനിരയാകുന്നു, ഗർഭം ധരിക്കുന്നു, അത് രഹസ്യമാക്കി വെച്ച് പള്ളിയും അനാഥാലയും ആശുപത്രി അധികൃതരും ഒക്കെ കുറ്റക്കാരാകുന്നു. ഒപ്പം തന്നെ ചൈൽഡ് വെൽഫെയറും ഇതിന് ഉത്തരം പറയേണ്ടി വരില്ലേ? ഇത്തരം കാര്യങ്ങളാണ് അഞ്ജു പോലീസ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ കൊട്ടിയൂർ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന കേസിൽ CWC ചെയർമാനും CWC അംഗം ബെറ്റി ജോസ് എന്ന
ബെറ്റി ജോസിനും ചെയർമാൻ തോമസ് പേരകത്തിനെതിരെ നിലവിൽ പോലീസ് അവർക്കെതിരെ കുറ്റം ചുമത്തി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവർ മുൻകൂർ ജാമ്യാപേക്ഷയും മറ്റും സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമുണ്ടായേക്കാം. ഏതായാലും ഈ കാലയളവിൽ തന്നെയാണ് തോമസ് പേരകം CWC ചെയർമാൻ ആയിരിക്കുന്ന ഈ കാലയളവിൽ തന്നെയാണ് തോമസ് പേരകം മാനന്തവാടി രൂപത വക്താവ് കൂടിയായിരുന്നു. ഏതായാലും ഈ കാലയളവിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം നടന്നത് തീർച്ചയാണ്. അപ്പോൾ CWC ചെയർമാൻ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഈ കേസിലും ഇദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ഇക്കാര്യമെല്ലാമാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് പള്ളി കോൺവെന്റിൽ ഇത്തരമൊരു കുട്ടിയെ പാർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാലികയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടാകുമ്പോൾ കൃത്യമായും വിവരം CWC ചെയ്യേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് കോഴിക്കോട് ഈ കുട്ടിയെ ഒരു കോൺവെന്റിൽ ഏറ്റെടുക്കുമ്പോൾ അവർ ഈ കുട്ടിയുടെ അമ്മയുടെ പ്രായം കണക്കാക്കുകയും മനസ്സിലാക്കുകയും ആ വിവരം അറിയിക്കുകയും ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരമാണ് ഈ സംഭവം നടന്ന് കുട്ടി പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത്. പോലീസിന് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസന്വേഷണം നടത്തിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഒളിച്ചുമറിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും വ്യക്തമാണ്. കോൺവെന്റ് അധികൃതർ തീർച്ചയായും അറിയിക്കണം. കോൺവെന്റ് അധികൃതർക്ക് ഈ കുട്ടിയുടെ മാതാവിന് പ്രായപൂർത്തിയായിട്ടുള്ള വിവരം അറിയിക്കണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തീർച്ചയായും മാനന്തവാടി രൂപത ഒരുപക്ഷെ മാനന്തവാടി അവിടെയുള്ള പലരും ഒരുപക്ഷെ ഈ കേസിൽ പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്, സംഭവം മൂടിവെച്ചതിന്റെ പേരിൽ. ഏതായാലും മുഖ്യപ്രതി അറസ്റ്റിലേക്ക് ഈ പോക്സോ പ്രകാരമാണ് അടുത്ത വയനാട്ടിൽ 2 ദിവസത്തിനേറെ എടുത്തിട്ടുള്ള ഇത്തരമൊരു രണ്ടാമത്തെ സംഭവമാണിത്. പോക്സോ പ്രകാരവും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ശക്തമായ വകുപ്പുകൾ തന്നെയാണ് ഈ പ്രതിക്കെതിരെയും പോലീസ് ചുമത്തിയിരിക്കുന്നത്. കേസന്വേഷണം അതിന്റെ വിശാലമായ അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അനൂപ്, ഒരുപക്ഷെ ഒരു വികാരിയുടെ ഞെട്ടിപ്പിക്കുന്ന മുഖം പുറത്തു വന്നതിന് പിന്നാലെയാണ് മറ്റൊരു സംഭവം കൂടി ഇത്തരത്തിൽ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വികൃതമായ ഒരു മുഖം സഭയ്ക്കുള്ളിൽ പലരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത്തരത്തിലുള്ള കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. അത്തരത്തിൽ തന്നെ ഒരു വളരെ രൂക്ഷമായ പ്രശ്നം തന്നെയല്ലേ നിലനിൽക്കുന്നതും? എന്തായാലും വയനാട്ടിൽ വീണ്ടും ഒരു പീഡനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പീഡനത്തിനിരയായ 17കാരി പ്രസവിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി രൂപത കോർഡിനേറ്റർ ലിജോ ജോർജ് അറസ്റ്റിലായിരിക്കുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മോദിയുടെ പരിപാടിയിൽ തട്ടമിട്ട ജനപ്രതിനിധിക്ക് വിലക്കേർപ്പെടുത്തി. വയനാട് മുപ്പിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാനത്തിനെയാണ് ഗുജറാത്തിൽ നടന്ന പരിപാടിയിൽ നിന്നും വിലക്കിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷഹർബാനത്തിനെ തട്ടമിട്ടവർ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയായിരുന്നു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് അഹമ്മദാബാദിൽ സ്വച്ഛ് ശക്തി ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ നടത്തിയ ക്യാമ്പിൽ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ വിശദീകരണമായിരുന്നു നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ലധികം വനിതാ ജനപ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വയനാട്ടിലെ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഷഹർബാനത്തിനെ സംഘാടകർ തടഞ്ഞു. തട്ടമിട്ടവരെ ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ തടഞ്ഞതെന്ന് ഷഹർബാനത്ത് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അത് സംഭവം ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് കയറുമ്പോഴേ കറുത്ത മസ്ത ധരിക്കണ്ട എന്നുള്ള രീതിയിൽ കറുത്ത തലയിൽ മസ്ത ഉണ്ടല്ലോ. അതെ. അപ്പൊ അത് ഇങ്ങോട്ട് കയറണ്ട. എന്നിട്ടോ? അപ്പൊ അവര് പറഞ്ഞത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. തലേന്ന് ഊരിച്ചു അതവിടെ വാങ്ങി വെച്ചു. തട്ടമിട്ടെത്തിയ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വനിതാ ജനപ്രതിനിധികളെയും സംഘാടകർ തടഞ്ഞിരുന്നു. പിന്നീട് കേരള പ്രതിനിധികൾ വലിയ പ്രതിഷേധമുയർത്തിയതോടെയാണ് സംഘാടകർ ഇവരെ കടത്തിവിടാൻ തയ്യാറായത്. വനിതാ ദിനത്തിൽ തന്നെ വനിതാ ജനപ്രതിനിധികളുടെ വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. കണ്ണൂർ ആറളം ആദിവാസി ഊരുകളിൽ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് 2 മാസക്കാലമേറെയായി. 1500-ലധികം സ്ഥിരതാമസക്കാരായ ആദിവാസികളാണ് 10ാം ബ്ലോക്കിൽ തെളിനീരിനായി കിലോമീറ്ററുകൾ കുന്നും മലയും താണ്ടി യാത്ര ചെയ്യുന്നത്. നമ്മളൊന്ന് കാട്ടിലെ മുഴുവ ഇത് നല്ലൊരു മനുഷ്യന്മാരല്ലേ, നമ്മളിപ്പോ അങ്ങനത്തെ വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ നിങ്ങളാരും കുടിക്കില്ലല്ലോ അങ്ങനത്തെ വെള്ളം. നമ്മൾ മനുഷ്യന്മാരല്ലേ. വേനൽ കനത്തു തുടങ്ങും മുൻപേ കണ്ണൂരിന്റെ മലയോരങ്ങളിലും കുടിനീർ വറ്റി തുടങ്ങി. ആറളം ഫാം 10ാം ബ്ലോക്കിലെ നിത്യകാഴ്ചയാണ്
മലയരിച്ചു വരുന്ന കുടിനീരിനായി കുന്നും മലകളും താണ്ടിയുള്ള ഈ യാത്ര. വയ്യെങ്കിലും തിരിച്ചും ഇതേ രീതിയിൽ വെള്ളവും ചുമന്ന് മടക്കം. പരാതികൾ കേൾക്കാനും ചിത്രീകരിക്കാനുമായി പോയ വർഷങ്ങളിലും പല മാധ്യമപ്രവർത്തകരും എത്തി. കുടിനീര് മാത്രം എത്തിയില്ലെന്ന പരാതി ബാക്കിയാവുന്നു. ഈ ഫാമിലി ഏരിയയിലെ മുതലുള്ളതായത് ഈ വെള്ളം ചുമക്കല്. ഈ ചാനൽക്കാർ വന്നിട്ട് ചാനലെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ കയറ്റി കൊണ്ടുപോകില്ല. അവർ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. മനുഷ്യരായിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ടേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, വെള്ളം കുട്ടി ജീവിക്കണ്ടേ നമുക്ക്? പഞ്ചായത്ത് സ്ഥാപിച്ച 5000 ലിറ്റർ വാട്ടർ ടാങ്ക് കാഴ്ച മാത്രമായിരിക്കുന്നു. ജലനിധിയുടെ പേര് പറഞ്ഞ് ഒരു തുള്ളി വെള്ളം പഞ്ചായത്ത് ഈ ടാങ്കിലും എത്തിക്കാറില്ല. പറഞ്ഞു മടുത്തവർ ഇപ്പോഴും കേഴുന്നു, ഞങ്ങൾ മൃഗങ്ങളുടെ പട്ടികയിലും പെടുകയില്ലേ എന്ന്. വേറും കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങൾ. ഒരു പിള്ളേർ ദൂരെ വരെ കക്കൂസിൽ പോകാൻ ഒരു തുള്ളി വെള്ളമില്ല. കടുത്ത വേനലിൽ കാടുകളും വറ്റിവരണ്ട് ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. ആദിവാസികളും കടുത്ത വേനലിൽ കാതങ്ങളോളം കുടിനീരിനായുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കൊടും വേനലിൽ എന്താകുമെന്ന ഭീതിയാണ് എല്ലാ മുഖങ്ങളിലും നേളിക്കുന്നത്. ആറളം 10ാം ബ്ലോക്കിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ലോക വനിതാ ദിനത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ചുമതല വനിതകൾക്ക് നൽകി. ഇതിനിടയിൽ മാനസിക രോഗിയായ സ്ത്രീയെ നാട്ടുകാർ സ്റ്റേഷനിൽ എത്തിച്ചതോടെ ഭക്ഷണവും മികച്ച പരിചരണവും ഒക്കെ നൽകിയാണ് വനിതാ പോലീസുകാർ മാതൃകയായത്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ചുമതല ഒരു ദിവസത്തേക്ക് ജില്ലാ പോലീസ് മേധാവി വനിതകളെ ഏൽപ്പിച്ചത്. പിന്നീട് സ്റ്റേഷന്റെ ഭരണം CI മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ വനിതകളായി മാറി. സ്റ്റേഷന്റെ ചാർജ് ഇന്ന് വനിതാ CIക്കാണ്. അതുപോലെ മറ്റ് പുറത്തുള്ള എല്ലാ ഡ്യൂട്ടികളിൽ നിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് നോക്കുന്നത്. വാഹനം ഓടിക്കുന്നത് ഉൾപ്പെടെ സ്റ്റേഷൻ്റെ അഡ്മിനിസ്ട്രേഷന്, കേസിൻ്റെ കാര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി നിയമിച്ചു കൊടുക്കുന്നത്, പെറ്റീഷൻസ്, ഇന്ന് വരുന്ന മുഴുവൻ കേസുകളുടെ അന്വേഷണ ചുമതലയും വനിതാ CIക്കായിരിക്കും. ഈ ദിവസം ഇവർ ഏറ്റെടുക്കുന്ന കേസിന്റെ ചുമതലകൾ പൂർണ്ണമായും ഇവർക്കായിരിക്കും. ഇതിനിടയിലാണ് അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു സ്ത്രീയെ നാട്ടുകാർ സ്റ്റേഷനിലെത്തിച്ചത്. ഇതോടെ വനിതാ സംഘത്തിന്റെ പണി കൂടി. ഈ സ്ത്രീയുടെ മേൽവിലാസം തിരക്കി നടക്കലായി പിന്നീട് പോലീസ്. ഒടുവിൽ മേൽവിലാസം തപ്പിപ്പിടിച്ച് സ്ത്രീയെ വീട്ടിലെത്തിച്ചു. അവർക്ക് വേറെ ആരുമില്ല, മക്കളൊന്നും ഇല്ലാത്തവരാണ്, നോക്കാൻ ആരുമില്ല. ഭർത്താവ് 4 ചക്രമുള്ള ഒരു വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണിതെന്നും ചികിത്സയിലായിരുന്നു എന്നാണ് ഭർത്താവ് പറയുന്നത്. വെള്ളം പോലും കുടിക്കത്തില്ല. പിന്നെ അത് മാറിയൊക്കെ വന്നപ്പോൾ പിന്നെയും ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം രാത്രി ഇറങ്ങി പോയേക്കുക. സ്ത്രീയെ വീട്ടിലെത്തിക്കുന്നതിനിടയിൽ ചോദിക്കുന്നതനുസരിച്ച് ഇവരെ പിണക്കാതെ ആവശ്യത്തിനുള്ള ഭക്ഷണവും പരിചരണവും ഒക്കെ നൽകിയാണ് വനിതാ ദിനത്തിൽ വനിതാ പോലീസുകാർ സ്റ്റേഷൻ ഭരിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.